സലിം മാലിക്കിലേക്ക് കൂടി. സലിം ഉള്ളത് മാസ്കറ്റ് ഹോട്ടലിന് മുന്നിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയത്തിനകം ഏതാണ്ട് ഒരു 5 മണിയോടെ മാസ്കറ്റ് ഹോട്ടലിലേക്ക് ഗവർണർ എത്തിച്ചേരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ വെച്ച് കൂടുതൽ പ്രതികരണം ഉണ്ടാകും എന്ന് നേരത്തെ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ, തൈക്കാട് വെച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ ഗവർണർ വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ ഉണ്ടായ പ്രതിഷേധം, പിന്നീട് കേന്ദ്ര ഇടപെടലുണ്ടായത്, Z+ കാറ്റഗറി CRPF സുരക്ഷ ഏർപ്പെടുത്തിയ കേന്ദ്രത്തിൻ്റെ നടപടി, അതിന്മേലൊക്കെയുള്ളൊരു പ്രതികരണമാകാം ഒരുപക്ഷെ ഇനി ഗവർണർ നൽകാനിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ അദ്ദേഹം പിന്നോട്ടില്ല എന്ന് നേരത്തെ തന്നെ അദ്ദേഹവും വ്യക്തമാക്കുന്നു. SFIയും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് അറിയിക്കുന്നു. ആ ഘട്ടത്തിലാണ് വർദ്ധിച്ച സുരക്ഷ മാസ്കറ്റ് ഹോട്ടലിലും പരിസരത്തുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വീണ്ടും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഗവർണർക്കുള്ളത് കേന്ദ്ര സുരക്ഷയാണ്, Z+ CRPF സുരക്ഷ. അത് നമ്മുടെ രാജ്യത്താകെ 45 ആളുകൾക്ക് മാത്രം, VVIPകൾക്ക് മാത്രമുള്ള സുരക്ഷയാണ്. അതാണിപ്പോൾ ഗവർണർക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ കേരള പോലീസിൻ്റെ സുരക്ഷയിൽ നിന്നിപ്പോൾ ഗവർണർ മാറുന്നത് കേന്ദ്ര സുരക്ഷയിലേക്കാണ്. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. കേന്ദ്ര പ്രതിനിധികൾ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതിനിധികളൊക്കെ ഈ വിഷയത്തിൽ ഗവർണറുടെ നിലപാട് തേടിയിരുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങൾ വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്നതൊക്കെ അദ്ദേഹത്തോട് ആരാഞ്ഞിരുന്നു. അതിനുശേഷമാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും വർദ്ധിച്ച സുരക്ഷ നൽകാനുള്ള തീരുമാനം ഒക്കെ കേന്ദ്രം കൈക്കൊള്ളുകയും ചെയ്തത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന CRPF ഗവർണർ സുരക്ഷ ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ്. CRPF സംഘാംഗങ്ങളെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവരുടെ ആ യൂണിഫോം ഇട്ടുകൊണ്ടുള്ള ആ പ്രവർത്തകർ, സുരക്ഷാ പ്രവർത്തകർ, അവർ സുരക്ഷ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഇപ്പോൾ കേന്ദ്ര വിഭാഗം ആ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നു, ഗവർണർ സുരക്ഷ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സൈനികർ, CRPF സൈനികർ നീങ്ങുന്നത്. അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗവർണറുടെ സുരക്ഷ CRPF ഏറ്റെടുത്തു, കേന്ദ്രസേന ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു ഗവർണർക്ക്, സംസ്ഥാനത്തിന്റെ ഭരണഘടനാ സ്ഥാപനത്തിൽ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾക്ക് മതിയായ സുരക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന ഗവർണർ ഒരു രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ കൂടി അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നു. ആ വിമർശനത്തിന്റെ പേരിൽ പലതവണ പല രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ഗവർണർ ഇന്ന് കൊല്ലം ജില്ലയിലെ നിലമേലിൽ വലിയ തരത്തിലൊരു പ്രതിഷേധവുമായി പോകുന്നു. അതിനുശേഷം കേന്ദ്രത്തെ ഈ വിഷയം അറിയിക്കുന്നു. കേന്ദ്രം ഗവർണർക്ക് Z+ സുരക്ഷ ഒരുക്കുന്നു. അതിന് പിന്നാലെ CRPF ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. രാജ്ഭവന് മുൻപിൽ സൈനികർ, കേന്ദ്രസേന എത്തിയിട്ടുണ്ട്. ഇനി മുതൽ ഗവർണറുടെ സുരക്ഷ CRPF ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതോടുകൂടി അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വീഴ്ച എന്ന് തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത് അവസാനമില്ലാതെ തുടരുകയാണ്. അത് അതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക്, അത് വലിയ നിലയിലേക്ക് അത് മാറുന്നു എന്നുള്ള അതിൻ്റെ ഏറ്റവും പ്രകടമായൊരു ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുകയാണ്. കാരണം വലിയ തരത്തിലുള്ള പോര് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഏറെ ദിവസങ്ങളായി, മാസങ്ങളായി തുടങ്ങിയതാണ്. പക്ഷേ അതിനൊരു അയവുമില്ല. ഏറെക്കുറെ ആരെങ്കിലും ഒരാൾ അയഞ്ഞു തുടങ്ങുമ്പോൾ തൊട്ടടുത്തയാൾക്ക് അടുപ്പിക്കുന്നു എന്നുള്ളതാണ് കാഴ്ച. കാരണം അത് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സ്പീക്കർ തന്നെ നേരിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്ഷണിക്കാൻ പോയി. അതിന് പിന്നാലെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ എത്തിയപ്പോൾ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തന്നെ എത്തുകയും മുഖ്യമന്ത്രി ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ആ ദിവസം ഗവർണർ സഹകരിച്ചില്ല. ഗവർണർ ചെയ്തത് നേരെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ, പരസ്പരം ചിരിക്കാതെ നേരെ പോകുന്നു. നയപ്രഖ്യാപനത്തിന്റെ ഏറ്റവും അവസാന ഭാഗം മാത്രം വായിക്കുന്നു. എൻ്റെ സർക്കാർ എന്നൊരു വാക്ക് പോലും വായിക്കാതെ, ഒരു വരി പോലും പറയാതെയായിരുന്നു ഗവർണറുടെ ആ നീക്കം. അതിനുശേഷം പിന്നീടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു സർക്കാർ. വലിയ ആക്രമണത്തിന്, ഗവർണറെതിരെ വലിയ ആക്രമണം നടത്തേണ്ട എന്നൊരു നിലപാടാണ് എടുത്തത്. പക്ഷേ അതിന്റെ തൊട്ടുപിറ്റേ ദിവസം റിപ്പബ്ലിക് ദിനത്തിൽ ഇരുവരും തമ്മിൽ പരസ്പരമുള്ളൊരു ഏറ്റുമുട്ടൽ, പരസ്പരം ഒരു തർക്കം, അത് മറ്റൊരു നിലയിലേക്ക് മാറുന്ന കാഴ്ച ഇന്നലെ കണ്ടതാണ്. രാവിലെ ഇരുവരും മുഖത്ത് നോക്കി
ഇരുവരും സംസാരിച്ചില്ല. അതിനൊടുവിൽ ഏറ്റവും അവസാനം ആ 1 മണിക്കൂർ നീണ്ട പരിപാടിക്ക് ഏറ്റവും അവസാനം ഗവർണർ ഈ മുഖ്യമന്ത്രിയെ നോക്കി കൈകൂപ്പിയപ്പോൾ മുഖ്യമന്ത്രി തിരികെ കൈകൂപ്പാതെ അതിനുശേഷം വൈകുന്നേരത്തെ അറ്റ് ഹോം പരിപാടിയിലും പങ്കെടുക്കാതെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഗവർണർ ചെയ്തത്. ഇതോടുകൂടി തന്നെ ഇരുവരും തമ്മിലുള്ള ഒരു തർക്കം മറ്റൊരു നിലയിലേക്ക് മാറി. വീണ്ടും ഗവർണർ കടുപ്പിക്കുന്ന കാഴ്ച ഇന്ന് കൊല്ലത്ത് നിലമേലിൽ കണ്ടു. അതിനുശേഷമാണ് കേന്ദ്രസേന ഇപ്പോൾ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. അതെ, CRPF സുരക്ഷ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ അവർ രാജ്ഭവന്റെയും ഒക്കെ സുരക്ഷ ഏറ്റെടുക്കുകയാണ്. അതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. നമ്മൾ തിരികെ എത്തും വീണ്ടും ചെറിയ ഇടവേളയ്ക്ക് ശേഷം.